നമ്മൾ ഇതേപോലെ വിമ്മിൻ്റെയൊക്കെ ഡിഷ് വാഷ് അതേപോലെ തന്നെ ഹാൻഡ് വാഷൊക്കെ മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ കവറൊക്കെ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ ഇത് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും. നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് കുട്ടികൾക്ക് വയറുവേദന വന്നാലും അതേപോലെ കൈവേദന മുട്ടുവേദനയൊക്കെ വന്നാൽ ഇത് വെച്ച് ഒന്ന് പിടിക്കുമ്പോഴത്തേനും നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ വെള്ളം ഒട്ടും ലീക്കായി പോകത്തുമില്ല. നമുക്ക് നല്ലൊരു വേദനയ്ക്ക് നല്ലൊരു സുഖം കിട്ടുകയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ഇതേപോലെ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഹാൻഡ് വാഷൊക്കെ ഇതേപോലെ എടുക്കുമ്പോഴത്തേനും ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് അങ്ങ് ചാടിപ്പോകും അല്ലേ. കുട്ടികളാണെങ്കിലും ഇതേപോലെ ചെയ്യും. ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നിൽക്കുകയാണ് പ്രസ് ചെയ്യുകയാണെങ്കിലും അത്രയും വലുതായിട്ട് വരത്തില്ല. നമുക്ക് അത് വേസ്റ്റായി പോകത്തുമില്ല. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ അപ്പോൾ നമ്മുടെ ബ്രഷ് നമ്മുടെ ചീർപ്പ് ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് കുറച്ച് പൗഡർ ഇട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചീർപ്പ് ക്ലീനായിട്ട് കിട്ടും. ഉണ്ടോ? അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കഴുകാതെ തന്നെ നമ്മുടെ ചീർപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാം. കാരണം കഴുകി കഴിഞ്ഞാൽ ഉണങ്ങിയിട്ട് നമുക്ക് ചീവുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നല്ലോണം ഉണങ്ങി കിട്ടുന്നതിന് മുമ്പ്. അപ്പോൾ ഈ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. കാരണം പെട്ടെന്ന് അഴുക്കൊക്കെ പോയി കിട്ടും. പൗഡർ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ തേക്കുമ്പോൾ ഇതേപോലെ നമുക്ക് പെയിൻ ചീപ്പാണേലും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചീർപ്പ് കണ്ടോ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീവുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളല്ലാതെ നനച്ച് കഴുകിയൊക്കെ എടുക്കുമ്പോഴത്തേനും ഒരുപാട് ഉണങ്ങുന്നതിനൊക്കെ ഒരുപാട് താമസമുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്നൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി.